ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡോർ മാറ്റ് തന്നെയാണ്. നമ്മൾ വെട്ട് പീസ് വരുന്ന തുണികൾ കൊണ്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന തുണി എടുത്ത് വെച്ചിട്ട് അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വെട്ട് 21 ഇഞ്ചാണ്, ലെങ്ത് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് വീതിയിലും 21 ഇഞ്ച് വീതിയിലും 14 ഇഞ്ച് നീളത്തിലും ഒരു കട്ടിയുള്ള ക്ലോത്ത് തന്നെ വേണം. ഇത് നമുക്ക് സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രിപ്പിൻ്റെ വീതി 2 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് അതൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ആ കോർണറിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ഇതേ രീതിയിൽ വെച്ചിട്ട് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. വീണ്ടും നെക്സ്റ്റ് സ്ട്രിപ്പും അതേപോലെ തന്നെ 2 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 ഇഞ്ച് 2.5 3 ഒക്കെ എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 2 ഇഞ്ച് എടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കളർ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇത്ര സ്ട്രിപ്പ്. അപ്പോൾ 3 ഇഞ്ച് 4 ഇഞ്ച് ഒക്കെ സ്ട്രിപ്പുകൾ കുറവാണെങ്കിൽ അങ്ങനെ എടുത്ത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോ സ്ട്രിപ്പും ഫസ്റ്റ് സ്ട്രിപ്പ് കുറച്ച് കാണത്തക്ക വിധത്തിൽ വേണം സെക്കൻഡ് സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ ഈ 2 ഭാഗവും കുറച്ച് എക്സ്ട്രാ കിടക്കണം നമ്മൾക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ. ഇപ്പോൾ എല്ലാം കോട്ടൺ തന്നെ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വേണം നമ്മൾ ഈ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ സ്ട്രിപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടുന്നത്. അപ്പോൾ ഞാൻ 5 ടൈപ്പിലുള്ള സ്ട്രിപ്പുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ 6ാമത്തെ സ്ട്രിപ്പ് വെക്കുന്നത് ഫസ്റ്റ് വെച്ച സ്ട്രിപ്പാണ്. ഇതേ രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ 5 സ്ട്രിപ്പുകളാണ് എൻ്റെ അടുത്തുള്ളത്. അത് ഫസ്റ്റ് ഒന്ന് വെച്ചത് തന്നെ വീണ്ടും 6ാമത്തത് ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ച രീതിയിൽ തന്നെയാണ് നെക്സ്റ്റ് ഓരോ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന തുണിയിലാണ് ഇത് തയ്ക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഫുള്ള് തയ്ച്ച് വെക്കുക. നോക്കിക്കുക, തയ്ച്ച് കഴിഞ്ഞപ്പോൾ എത്ര ഭംഗിയാണ് നമുക്ക്. ഇപ്പോൾ ചവിട്ടി തയ്ച്ചിട്ട് ചവിട്ടാൻ പോലും തോന്നാത്ത വിധം അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ സ്വയം പുകഴ്ത്തുന്നതല്ല. ഇപ്പം നിങ്ങൾക്ക് ഇത് തയ്ച്ച് നോക്കുമ്പോൾ മനസ്സിലാകും എന്ത് ഭംഗിയാണ് കാണാൻ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു തരത്തിലുള്ളത് ഒന്നേ ഉള്ളൂവെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. 2 തരത്തിലുള്ള സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. 4 5 അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ കോർണർ ടു കോർണർ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ. ഇപ്പം നമ്മൾ ആ ഫോൾഡ് ചെയ്ത വശം താഴേക്ക് വെച്ചിട്ട് ആ രീതിയിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം തിരിഞ്ഞു മറിഞ്ഞൊന്നും പോകില്ല. ഇത് കണ്ട് നമ്മൾ ഒരു 7-8 വർഷത്തോളമായി ഞാനിത് ഉപയോഗിക്കുന്നത്, കിച്ചണിലാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നോക്കിക്കുക, സ്റ്റിച്ചിങ്ങിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഏതോ ഒരു ടൈപ്പ് തുണി അല്പം വിണ്ടു പോയിട്ടുണ്ട്, വേറെ ഒരു കുഴപ്പവും ഇല്ല. അത് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഇതേപോലെ അടിയിൽ നമുക്ക് വേറെ തുണി വെക്കണം, പൈപ്പിങ് വെക്കണം. അതിന് മുന്നേ നമ്മൾ ഈ 4 വശവും നമുക്ക് അരികു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. കാരണം ആ ഫോൾഡ് ചെയ്ത വശം താഴേക്ക് മടങ്ങി കിടക്കുന്ന മാതിരി വെച്ചിട്ട് വേണം നമുക്ക് 4 സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇത് തിരിഞ്ഞു മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 4 സൈഡും അത് ശ്രദ്ധിക്കണം. അടിക്കുമ്പോൾ ആ ഫോൾഡ് ചെയ്ത മടക്ക് താഴേക്ക് കിടക്കുന്ന അങ്ങനെ വെച്ചിട്ട് വേണം 4 സൈഡും ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പോൾ 4 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പക്ഷേ അടിയിലൊരു ക്ലോത്തും കൂടി ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് കോട്ടൺ തന്നെ ഉപയോഗിക്കണം നിങ്ങൾ. അത് നല്ല കട്ടിയുള്ളത് തന്നെ എടുക്കുക എപ്പോഴും. കാരണം കട്ടിയില്ലാത്തൊക്കെ ഉപയോഗിച്ചാലും മറ്റേ വേറെ തുണി ഉപയോഗിച്ചാലും സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോട്ടൺ തന്നെ ഉപയോഗിക്കുക, കട്ടിയുള്ളത് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊന്ന് പിൻ ചെയ്ത് ഇപ്പോൾ നീളത്തിലും വീതിയിലും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണ് നമ്മൾ. എന്നിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് വെക്കുമ്പോൾ നല്ല ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് സ്ട്രൈറ്റ് ചെയ്ത് തയ്ച്ച് കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾക്കിതുപോലെ പുതിയ തുണി ഇല്ലയെന്നുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ ഷോർട്ട് ടോപ്പ് അങ്ങനെയൊക്കെയുള്ള ചെറുതാവുന്നതോ നൈറ്റിയുടെയോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തുണി ഇഷ്ടംപോലെ എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ സ്റ്റോക്ക് കാണും. ചെറുതായതും അല്ലാതെയും
ഓക്കെ, അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു പോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തന്നെ തയ്ക്കുന്നത് കൊണ്ട് പിന്നെ ഒരുപാട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഒത്തിരി വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇപ്പം 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർത്ത് വെച്ചൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടുന്നത്. ഇതിപ്പോൾ കോർണർ ടു കോർണർ ഓരോ ഭാഗവും ഞാനൊരു 2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. ആ മടക്ക് താഴ്വശത്ത് വെച്ച് ഇരിക്കണം, നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത്. ഇനി നമുക്ക് പൈപ്പിങ് കൊടുക്കണം. അത് ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് പൈപ്പിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞു. ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് 2 സൈഡും ഒന്ന് മടക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 സൈഡ് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ മടങ്ങിയിരിക്കും. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പൈപ്പിങ് 4 സൈഡും കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നല്ല ഭംഗിയാണ്, എന്ത് രസമോ കാണാൻ. ഇതൊക്കെ ഇതുപോലെ പല കളറിലൊക്കെ ചെയ്തെടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് സ്ട്രെയിറ്റ് ആണ്, ഇതേ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്താണ് വെച്ചിരുന്നത്. ഇത് കോർണർ ടു കോർണർ, ഇത് കോർണർ സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്ത് ഭംഗിയാണ് കാണാൻ. ഓക്കെ, താങ്ക് യു.